ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SP ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്വീറ്റ് ആണ്. ഇത് ഭയങ്കര നൊസ്റ്റാലജിക് ഫീൽ ചെയ്യുന്ന ഒരു സ്വീറ്റ് ആണ്. ഇത് നമ്മളെ സ്കൂൾ ഡേയ്സിലാണ് നമ്മൾ കൂടുതലും കഴിച്ചിരിക്കുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സ്വീറ്റ് ആണ് തേൻ മിഠായി. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആൻഡ് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ടാപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ടൈം വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ തേൻ മിഠായി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. നമുക്ക് 1 കപ്പ് ഇഡ്ലി റൈസ്. ഇഡ്ലി അരി നമുക്ക് ഈസിലി അവൈലബിൾ ആണ് കടകളിൽ. പുഴുക്കലരി, ഡൊപ്പി അരി എന്നൊക്കെ പറയും. അപ്പോൾ 1 കപ്പ് ഇഡ്ലി അരി. പിന്നെ നമുക്ക് വേണ്ട 1/4 കപ്പ് ഉഴുന്ന്. ഞാൻ ഹോൾ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്, സ്പ്ലിറ്റ് അല്ല. ഇതും നമുക്ക് വേണം. എന്നിട്ട് ഇത് നമുക്ക് സെപ്പറേറ്റ്ലി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ കൂടുതൽ വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ഒരു മാക്സിമം 3 ടേബിൾ സ്പൂൺ വെള്ളമേ ചേർക്കാവൂ. നമുക്ക് സെപ്പറേറ്റ്ലി ഒന്ന് അരച്ചിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ അരി നമ്മൾ അരച്ചു. ഇനി നമുക്ക് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ അരിയും ഉഴുന്നും കൂടി സെപ്പറേറ്റ്ലി അരച്ചിട്ട് നമ്മൾ രണ്ടും കൂടി ഒന്ന് ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിപ്പം ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ 1 നുള്ള് ഉപ്പും കൂടി ചേർക്കണം. കൂടുതൽ ഉപ്പിടരുത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കൊച്ചു കൊച്ചു കടകളിൽ നമ്മൾ കണ്ടിട്ടില്ലയോ, ഭരണിക്കകത്ത് നമ്മുടെ തേൻ മുട്ടായി ഇരിക്കുന്ന നല്ല ഓറഞ്ച് റെഡ് ഷെയ്ഡിലാണല്ലോ. അപ്പം നമുക്ക് ആ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം നമുക്ക് ഓറഞ്ച് ഫുഡ് കളർ നമുക്ക് ചേർക്കാം. അതിൻ്റെ ശേഷം നമുക്ക് റെഡും കൂടി ഒരു ഇച്ചിരി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കളർ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് നമ്മളിനി സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ സിറപ്പ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ആണ്. നമുക്ക് 1 കപ്പ് പഞ്ചസാര വേണം, 1/2 കപ്പ് വെള്ളം വേണം. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമുക്ക് സിറപ്പ് ഉണ്ടാക്കാം. അതിന് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇടുന്നു. അതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് പഞ്ചസാര പാനിയാക്കണം. എണ്ണ നമ്മളിവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. നമുക്ക് തേൻ മിഠായി ആ ബോൾസ് നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പം എണ്ണ ചൂടാവട്ടെ. ആ സമയത്ത് നമുക്ക് സിറപ്പ് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് പഞ്ചസാര പാനി ഇവിടെ തിളച്ചു. അപ്പം നമുക്കത് ഓഫാക്കി കൊടുക്കാം. നമ്മുടെ എണ്ണയും ചൂടായി. ഇനി നമുക്ക് തേൻ മുട്ടായി പ്രിപ്പറേഷനിലോട്ട് പോവാം. അപ്പം നമുക്ക് തേൻ മുട്ടായിയുടെ ഇത് നമുക്ക് ബോൾസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാൻ അപ്പം കറക്റ്റ് ഒരു സർക്കിളിലാക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു സ്പൂൺ ഇങ്ങനെ ആദ്യം വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെസലിൻ്റെ തൊട്ട് അടുത്തോട്ട് തന്നെ ഞാൻ ഈ ബോളിനെ ഒന്ന് ഇറക്കി കൊടുക്കും. ഇച്ചിരി അതൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് പതുക്കെ ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് കറക്റ്റ് ഒരു സർക്കിളായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഷേപ്പ്ലെസ് ആയി പോവും. അപ്പം എന്താ ഇത് കറക്റ്റ് ഒരു കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ സിറപ്പിലോട്ട് തന്നെ ഇടണം. സിറപ്പ് എപ്പോഴും ചെറിയ ചൂടോടെ തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് സോക്ക് ആവത്തുള്ളൂ. അപ്പം നമുക്ക് എല്ലാം ഇതേപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം.
അപ്പോൾ നമ്മൾ തേൻ മിഠായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ മിഠായിനെയും നമ്മൾ ഇങ്ങനെ പഞ്ചസാരയിലിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. പൊടിക്കണ്ട പഞ്ചസാര, ഇങ്ങനത്തെ ഫൈൻ പഞ്ചസാര ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച്, കൂടുതൽ പൊടിക്കണ്ട, ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ തേൻ മുട്ടായി ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ തേനിങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ തേൻ മുട്ടായി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഷുഗറിൽ കോട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് ഇത് മൊത്തം. എന്നിട്ട് നമ്മളൊരു ജാറിനകത്തൊക്കെ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വ്ളോഗുമായി നമ്മൾ വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.